നമുക്ക് ആരംഭിക്കാം. പിന്നെ പറഞ്ഞാൽ മതി സാർ. താങ്ക് യു. നോക്കിയിട്ട് പറയാം. നമുക്ക് ബുക്ക് എടുക്കണം. നേരത്തെ പിന്നെ പോകണ്ടോ. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ില് 26 ലൈൻ എടുക്കണ്ടേ? അതെ സാറേ, 25 എടുത്തു. ഭഗവാൻ തദഭിപ്രേത്യദ്വയോ പ്രിയചകീർഷയാം ഉഭയോരാവിശദ്ഗേഹമുപാഭ്യം തദലക്ഷിത. ഭഗവാൻ തത് അഭിപ്രേത്യ, ഭഗവാൻ ഇതറിഞ്ഞിട്ട്, അഭിപ്രേത്യ അഭിപ്രായം അറിഞ്ഞിട്ട്, ദ്വയോഹ പ്രിയ ചികിത്സയ രണ്ടുപേർക്കും പ്രിയം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ, മിഥില രാജാവും അതേപോലെ ആ ബ്രാഹ്മണ ഉത്തമൻ, രണ്ടുപേർക്കും, ഒരാൾ ക്ഷത്രിയനും ഒരാൾ ബ്രാഹ്മണനുമാണ്, രണ്ടുപേർക്കും ഒരേപോലെ ഒരേ സമയത്ത് ഭഗവാനെ വീട്ടിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ ശ്രുതദേവനും മൈഥിലിന്റെയും ആഗ്രഹം സാധിക്കാൻ വേണ്ടി രണ്ടുപേരും ഒരേ സമയത്തൊന്ന് ഒരുപോലെ പ്രാർത്ഥിച്ചു. എവിടെയാണ് ആദ്യം എത്തേണ്ടത് എന്ന് വിചാരിക്കാൻ പറ്റാത്തതുപോലെ. അപ്പൊ പിന്നെ ഭഗവാൻ നിശ്ചയിച്ചു, ഞാൻ രണ്ടാകുക. അങ്ങനെ മുമ്പ് ഗോപസ്ത്രീയുടെ മുമ്പിൽ താൻ പരതായിട്ടുണ്ട്. 2, 4, 1000 ഒക്കെ ആയിട്ട് പരിണമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് പ്രിയം ചെയ്യണം എന്നാഗ്രഹിച്ചിട്ട് ഉഭയോഹോ ആവിശദ്ഗേഹം, രണ്ടുപേരുടെയും വീട്ടിലേക്ക് എത്തി. ഉഭാഭ്യാം തദ അലക്ഷിത, രണ്ടുപേർക്കും ഇത് മനസ്സിലാവാത്ത പറ്റും. രണ്ടുപേരും കാണാതെയായിട്ട് മൈഥിലന്റെ വീട്ടിലെത്തിയത് സുദേവൻ അറിയത്തില്ല, സുദേവന്റെ വീട്ടിലെത്തിയ മൈഥിലനും അറിയത്തില്ല. രണ്ടുപേർക്കും അലക്ഷ്യതനായിട്ട് രണ്ടുപേരുടെയും പ്രിയം സാധിക്കാൻ വേണ്ടി ഭഗവാൻ രണ്ടുപേരുടെയും വീടുകളിലേക്ക് ആവശ്യത എത്തി. ഭഗവാൻ തദഭിപ്രേത്യദ്വയോ പ്രിയ ചികീർഷയാം ഉഭയോരാവിശദ്ഗേഹമുപാഭ്യം തദലക്ഷിതാം. ഭഗവാൻ തദഭിപ്രേത്യദ്വയോ പ്രിയ ചികീർഷയാം ഉഭയോരാവിശദ്ഗേഹമുപാഭ്യം തദലക്ഷിതാം. ശ്രോതുമപ്യഫലം ദൂരാജ്ജനകസ്വഗൃഹാഗതാൻ ആനീതേഷു ആസനഗ്രേഷു സുഖാഫീനൻ മഹാമനാഹം. ശ്രോതും അപി അഫത, അസത്തുക്കളായ ദുർജനങ്ങൾക്ക് കേൾക്കാൻ പോലും പറ്റാത്തവനാണ് ഭഗവാൻ. സജ്ജനങ്ങൾക്ക് മാത്രമേ ഭഗവത് കഥ കേൾക്കാൻ പറ്റുള്ളൂ, ദുർജനങ്ങൾക്ക് കേൾക്കാൻ പോലും പറ്റില്ല. ശ്രോതുമപി അഫതാം ദൂരാത് ജനകഃ, അത്ര ദൂരത്തിലുള്ളവൻ, അസത്തുക്കൾക്ക് പോലും കേൾക്കാനാകാത്തവൻ, അങ്ങനെ ദൂരെയുള്ളവനായ അവൻ സ്വഗൃഹ ആഗതാൻ, സ്വന്തം ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു എന്നറിഞ്ഞിട്ട് ആനീതേഷു ആസനഗ്രേഷു സുഖാസീനൻ മഹാമനാഹം. ജനകൻ മിഥില രാജാവ് ആനീതേഷു കൊണ്ടുവരപ്പെട്ട ആസന അഗ്രേഷു, അഗ്രങ്ങളായ ആസനങ്ങൾ, അഗ്രം ശ്രേഷ്ഠം, ശ്രേഷ്ഠങ്ങളായ പീഠങ്ങളിൽ സുഖാസീനാൻ മഹാമനാഹ, സുഖമായി സ്ഥിതി ചെയ്യുന്നവരുമായ
ആ മഹാമനാഹ മഹത്തായ മനസ്സോടു കൂടിയ ജനകൻ ഭഗവാൻ തന്റെ ഗൃഹത്തിലെത്തി എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതം കൊണ്ട് വിളകിതനായി. കാരണം സജ്ജനങ്ങൾക്ക് മാത്രമേ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ പോലും പറ്റുള്ളൂ. ഇത് എന്റെ വീട്ടിലേക്ക് കയറി വന്ന് സ്വരൂപ ദർശനം നൽകി മുമ്പിൽ നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ അത്ഭുതപരതുണ്ടായി. ശ്രോതുമപ്യസതാം ദൂരാജനക സ്വഗൃഹാഗതാൻ ആനീതേഷു ആസനാഗ്രേഷു സുഖ ആസീനൻ മഹാമനാഹ. കൊണ്ടുവരപ്പെട്ട ശ്രേഷ്ഠ ആസനങ്ങളിൽ സുഖത്തോടെ സ്ഥിതി ചെയ്യുന്നവരായ അവരെ ജനകൻ പ്രവൃദ്ധഭക്ത്യാ ഉദ്ധർഷഹൃദയാഫ്രാവിലക്ഷണ നത്വാ തദംഘ്രിൻ പ്രക്ഷാള്യ തദപോ ലോകപാവനീ. പ്രവൃദ്ധഭക്ത്യാ വർദ്ധിച്ച ഭക്തിയോടെ, പ്രവൃദ്ധം വർദ്ധിച്ച ഭക്തിയോടെ ഉദ്ഹർഷ ഹൃദയ അഫ്ര ആവിലക്ഷണ. ഉത്ഹർഷ ഹൃദയ അഫ്രാവിലക്ഷണ. ഉത്ഹർഷം വളരെ വലിയ ഹർഷത്തോടെ, ഉദ്ഹർഷമായി ഹൃദയം നിറഞ്ഞിട്ട്, അഫ്ര ആവിലക്ഷണ കണ്ണീര് കൊണ്ട് കണ്ണുകൾ കലങ്ങിയവനായി. ഹൃദയത്തിൽ ആഹ്ലാദം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ണീരായിട്ട് പുറത്തേക്ക് ഒഴുകുള്ളൂ വഴി. ഇവിടെ സ്ഥലമില്ലല്ലോ ആഹ്ലാദത്തിൽ നിൽക്കാൻ. നമ്മുടെ ആഹ്ലാദം കണ്ണീരായിട്ട് പുറത്തു വരും. ഉദ്ധർഷ ഹൃദയ അഫ്ര ആവിലക്ഷണ. അഫ്രം കണ്ണീര്, കണ്ണീര് കൊണ്ട് ആവിലമായ കലങ്ങിയ കണ്ണോട് കൂടിയവനായിട്ട് നത്വാ തദംഘ്രീൻ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചിട്ട് പ്രക്ഷാള്യ കാൽ കഴുകിച്ചിട്ട് തദപോ ആ തീർത്ഥജലം ലോകപാവനീഹി ലോകത്തെ പോലും പരിശുദ്ധമാക്കുന്ന ആ തീർത്ഥോദകം സ്വകുടുംബോ വഹൻമൂർധനാം കുടുംബത്തോടൊപ്പം സ്വകുടുംബനായിട്ട് മൂർധനാവഹൻ ശിരഫ് കൊണ്ട് സ്വീകരിച്ചിട്ട് ശിരഫിലേക്ക് ആ വെള്ളം തളിച്ചു. താൻ മാത്രമല്ല കുടുംബത്തിലുള്ളവർക്കൊക്കെ. പൂജയാം ചക്ര ഈശ്വരൻ ഈശ്വരന്മാരെ പൂജിച്ചു. ഗന്ധ മാല്യ അംബര ആകൽപ ധൂപ ദീപ അർഘ്യ ഗോവൃഷൈ. ഗന്ധം ചന്ദനം, മാല കൊണ്ട്, അമ്പരം വസ്ത്രം കൊണ്ട്, ആകൽപമായ ഏറ്റവും ഉത്കൃഷ്ടമായി ഉണ്ടാക്കിയ ധൂപം കൊണ്ട്, ദീപം കൊണ്ട്, അർഘ്യജലം കൊണ്ട്, പൂക്കളെ കൊണ്ട്, അതേപോലെ കാള ഇവകളെ കൊണ്ടും ആ ഈശ്വരന്മാരെ പൂജിച്ചു അദ്ദേഹം. സ്വകുടുംബോ വഹൻമൂർധന പൂജയാം ചക്ര ഈശ്വര. എന്താണ് കുടുംബത്തോട് മൂർധാവിൽ വഹിച്ചത്? ലോകപാവനീഹി തദപ. ലോകത്തെ പോലും പരിശുദ്ധമാക്കുന്ന ആ വെള്ളം. ഏത് വെള്ളം? അംഘ്രീൻ പ്രക്ഷാള്യ, കാലുകൾ കഴുകിച്ച വെള്ളം. അങ്ങനെ കണ്ണീര് കലങ്ങി മറിഞ്ഞ കണ്ണീരോടെ ഭഗവത്പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് വെള്ളം കൊണ്ടെന്ന് കാല് കഴുകി ആ കാല് കഴുകിയ തീർത്ഥം വീട്ടിലുള്ള എല്ലാവർക്കും തനിക്കും തളിച്ചിട്ട് ഗന്ധമല്ല അമ്പരാദികളായ വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് ഈശ്വരന്മാരെയൊക്കെ പൂജിക്കുകയും ചെയ്തു. ശ്രോതുമപ്യഫതാം ദൂരാജനകസ്വഗൃഹാഗതാൻ ആനീതേഷു ആസനഗ്രേഷു സുഖാസീനൻ മഹാമനാ പ്രവൃദ്ധഭക്ത്യാ ഉദ്ധർഷഹൃദയ ഫ്രാവിലക്ഷണാം നത്വാ തദംഘ്രീൻ പ്രക്ഷാള്യ തദപോ ലോകപാവനീ. സ്വകുടുംബോ വഹൻമൂർധനാ പൂജയാം ചക്ര ഈശ്വരാൻ ഗന്ധമാല്യംബരാകൽപധൂപദീവർക്ഷഗോവൃഷൈ ശ്രോതുമപ്യഫതാം ദൂരാജനകസ്വഗൃഹാഗതാൻ ആനീതേഷു ആസനഗ്രേഷു സുഖാസീനൻ മഹാമനാ പ്രവൃദ്ധഭക്ത്യാ ഉദ്ധർഷഹൃദയ ഫ്രാവിലക്ഷണാം നത്വാ തദംഘ്രീൻ പ്രക്ഷാള്യ തദപോ ലോകപാവനീ. സ്വകുടുംബോ വഹൻമൂർധനാ പൂജയാം ചക്ര ഈശ്വരാൻ ഗന്ധമാല്യംബരാകൽപധൂപദീവർക്ഷഗോവൃഷൈ. വാചാ മധുരയാ പ്രീണന് ഇതമാഹ അന്നതർപ്പിതാൻ
പാദാവംഗഗതോ വിഷ്ണോഃ സംസ്പൃശൻ ശനകൈർമുദാം. മധുരയാ വാച, മധുരമായ വാക്കുകൊണ്ട് പ്രീണൻ സന്തോഷിപ്പിച്ചിട്ട്, ഇതം ആഹ അന്നതർപ്പിതാൻ, അന്നം കൊണ്ട് തർപ്പിതരായ അവരോട് ഇങ്ങനെ പറഞ്ഞു. പ്രീണന് ഇതം ആഹ അന്നതർപ്പിതാൻ, തർപ്പിതാൻ സന്തോഷിപ്പിച്ചവരെ. എന്തുകൊണ്ട്? അന്നം കൊണ്ട്, മധുരമായ വാക്കുകൊണ്ടും അന്നം കൊണ്ടും അവരെ പ്രീണിപ്പെടുത്തി സന്തോഷിപ്പിച്ചിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു. പാദാവംഗഗതൗ വിഷ്ണോഃ സംസ്പൃശൻ ശനകൈർമുദാം. പാദവും, പാദങ്ങളെ, അംഗഗതവും, അംഗത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന വിഷ്ണുവിന്റെ പാദങ്ങളെ പതുക്കെ പതുക്കെ സന്തോഷത്തോടെ സംസ്പൃശൻ, സ്പർശിക്കുന്നവനായിട്ട് ഇതം ആഹ ഇങ്ങനെ പറഞ്ഞു. ഭഗവാന്റെ പാദങ്ങൾ തൻ്റെ അംഗത്തിൽ മടിയിലെടുത്തു വെച്ചു. പാദാവ് അംഗഗതവും വിഷ്ണു, സാക്ഷാൽ ഭഗവാന്റെ കാലുകൾ തന്നെ മടിയിലെടുത്തു വെച്ചിട്ട് സംസ്പൃശൻ, പതുക്കെ തലോടി കൊടുത്തുകൊണ്ട്, ശനകൈഹി പതുക്കെ, മുദാ സന്തോഷത്തോടെ ഇതം ആഹ ഇങ്ങനെ പറഞ്ഞു. വാചാമധുരയാ പ്രീണന് ഇതമാഹ അന്നതർപ്പിതാൻ. പാദാവംഗഗതോ വിഷ്ണോഃ സംസ്പൃശൻ ശനകൈർമുദാ. വാചാമധുരയാ പ്രീണന്നിതമാഹ അന്നതർപ്പിതാൻ. പാദാവംഗഗതോ വിഷ്ണോഃ സംസ്പൃശൻ ശനകൈർമുദാ. രാജോവാച. രാജാവ് ചോദിച്ചു, ഭഗവാൻ ഹി സർവഭൂതാനാം ആത്മാ സാക്ഷി സ്വദൃഗ്വിഭോ അഥനസ്ത്വത്പദാംഭോജം സ്മരതാം ദർശനം ഗതാം. ഭഗവാൻ ഹി സർവഭൂതാനാം ആത്മാ. രാജാവ് പറഞ്ഞു, ഭഗവാൻ ഹി അങ്ങാകട്ടെ സർവഭൂതാനാം ആത്മാ, എല്ലാ ഭൂതങ്ങളിലെയും ആത്മാവാണ്, സാക്ഷിയാണ്, സ്വദൃക് വിഭോ, സ്വന്തം കണ്ണുകൊണ്ട് എല്ലാവർക്കും സാക്ഷിയായിരിക്കുന്നവനായ അങ്ങ്, വിഭുവായ അങ്ങ്, അഥ നഹത്വത് പദാംഭോജം സ്മരത, ഇന്ന് അങ്ങയുടെ പദാംഭോജം സ്മരിക്കുന്ന ഞങ്ങൾക്ക് ദർശനം ഗത, ദർശനം കിട്ടിയിരിക്കുന്നല്ലോ. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനായ വിഭുവായ അങ്ങ് സർവഭൂതങ്ങളിലെയും ആത്മാവാണ്, സാക്ഷിയാണ്, സ്വദൃക്കാർ, സ്വയം പ്രകാശിക്കുന്നവനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അങ്ങയുടെ പാദപത്മത്തെ സ്മരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങ് ദർശനം തന്നുവല്ലോ, സന്തോഷായി. ഭവാൻ ഹി സർവഭൂതാനാം ആത്മാ സാക്ഷി സ്വദൃക് വിഭോ അഥ നസ്ത്വത്പദാംഭോജം സ്മരതം ദർശനം ഗതാം. ഭഗവാൻ ഹി സർവഭൂതാനാം ആത്മാ സാക്ഷി സ്വദൃക് വിഭോ അഥ നസ്ത്വത്പദാംഭോജം സ്മരതം ദർശനം ഗതാം. ക്വചസ്തദൃതം കർത്തും അസ്മദ്ദൃഗ്ഗോചരോ ഭവാൻ യദാധ്യൈകാന്തഭക്താൻ മേ നാനന്ദശ്രീരജപ്രിയാം. ക്വചഃ തദ് ഋതം കർത്തും അസ്മദ്ദൃഗ്ഗോചരോ ഭവാൻ. ക്വചഃ സ്വന്തം വാക്കുകൾ, ഋതം കർത്തും സത്യമാക്കുന്നതിനു വേണ്ടി അങ്ങ് ഞങ്ങളുടെ ദൃഷ്ടികൾക്ക് വിഷയമായി, ദൃഗ്ഗോചരനായി. അങ്ങയുടെ വാക്കുകൾ സത്യമാക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്, ഞങ്ങൾക്കറിയാം. യഥാ ആദ്ധ ഏകാന്ത ഭക്താത് മേ, യത് ആദ്ധ യാതൊന്ന് പറഞ്ഞുവോ. എന്താണ് പറഞ്ഞത്? ഏകാന്ത ഭക്താത് ന പ്രിയ,
ഏകാന്ത ഭക്തനേക്കാൾ എനിക്ക് പ്രിയൻ ആരുമില്ല എന്ന് പറഞ്ഞില്ലേ? അനന്തഃ ശ്രീഹി അജഹ പ്രിയ. ആദിശേഷനായ അനന്തനും ലക്ഷ്മിയും അജനായ ബ്രഹ്മാവും എൻ്റെ ഏകാന്ത ഭക്തനേക്കാൾ എനിക്ക് പ്രിയനല്ല എന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. ലക്ഷ്മിദേവി പോലും ഭക്തന്മാരുടെ താഴെയാണ്. എൻ്റെ ആധാരമായ അനന്തനും ഒരു ഭക്തന്റെ താഴെയാണ്. എൻ്റെ പുത്രനായ ബ്രഹ്മാവ് പോലും ഒരു ഭക്തന്റെ താഴെയാണ്. അനന്തഃ ശ്രീഹി അജഹ, അവരൊക്കെ എനിക്ക് ഏകാന്ത ഭക്താത് ന പ്രിയ, ഏകാന്ത ഭക്തനേക്കാൾ പ്രിയപ്പെട്ടവനല്ല. അപ്പൊ ഏകാന്ത ഭക്തനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ ഈ 3 പേരെക്കാൾ പ്രിയപ്പെട്ടത് ഏകാന്ത ഭക്തൻ തന്നെയാണ് എന്ന് അന്ന് അങ്ങ് യാതൊന്നാണോ പറഞ്ഞത്, അത് സത്യമാക്കാൻ വേണ്ടി തന്നെയല്ലേ ഇപ്പോൾ എൻ്റെ ഗൃഹത്തിലേക്ക് വന്നത്. എല്ലാവരെയും ഉപേക്ഷിച്ച് മറ്റുള്ളവരെക്കാൾ ഇഷ്ടപ്പെടുന്നത് ഭക്തന്മാരെയാണെന്ന് ലോകരെ ബോധ്യപ്പെടുത്താൻ, ഒന്നുകൂടി ഭക്തന്മാരെ ധരിപ്പിക്കാൻ തന്നെയല്ലേ അങ്ങ് ഈ സ്വരൂപം കൊണ്ട് ഇതാ എൻ്റെ ഗൃഹത്തിലേക്ക് വന്നത്. സ്വവചസ്തദൃതം കർത്തും അസ്മദ്ദുർഗോചരോ ഭവാൻ യഥാർത്ഥൈകാന്തഭക്തന്മേ ന അനന്തശ്രീരജപ്രിയാം. സ്വവചസ്തദൃതം കർത്തും അസ്മദ്ദുർഗോചരോ ഭവാൻ യഥാർത്ഥൈകാന്തഭക്തന്മേ ന അനന്തശ്രീരജപ്രിയാം. പോന്നു ത്വച്ചരണാംഭോജം ഏവം വിസൃജ്യത് പുമാൻ നിഷ്കിഞ്ചനാനാം ശാന്താനാം മുനീനാം യസ്ത്വമാത്മദ. പോന്നു ആരാകട്ടെ, ത്വച്ചരണാംഭോജം ഏവം വിത്ത്, അങ്ങയുടെ ചരണാംഭോജത്തെ ഏവം വിത്ത് ഇങ്ങനെ അറിയുന്നവൻ, വിസൃജേത് ഉപേക്ഷിക്കുന്നു, പുമാൻ ആ പുരുഷൻ, നിഷ്കിഞ്ചനാനാം ശാന്താനാം മുനീനാം യസ്ത്വമാത്മദ, നിഷ്കിഞ്ചനന്മാരായ ഒന്നും ആഗ്രഹിക്കാത്തവർ, ഒന്നുമില്ലാത്തവരായ ശാന്തന്മാരായ മുനിമാർക്ക് അങ്ങ് ആത്മദനല്ലേ, ആത്മാവിനെ കൂടി ദാനം ചെയ്യുന്നവനാണ്. മേൽപ്പത്തൂർ ആത്മതത്വം വിശേഷാത് എന്ന് മേൽപ്പത്തൂർ ദശകത്തിൽ പറയും. ആത്മദനാണ്, തന്നെ കൂടി ദാനം ചെയ്യുന്നവനാണ്. ഒന്നും ആഗ്രഹിക്കാതെ സകല വിഷയങ്ങളും ഉപേക്ഷിച്ച് ശാന്തചിത്തരായ മുനിമാർക്ക് പരമാനന്ദ സ്വരൂപമായ ആത്മാവിനെ ദാനം ചെയ്യുന്നവനാണ് അങ്ങ് എന്നറിഞ്ഞിരിക്കുന്ന ഏതൊരു പുരുഷനാണ് അങ്ങയുടെ പാതാരവിന്ദത്തെ ഭജിക്കാത്തത്? പോന്നു ത്വച്ചരണാംഭോജം ഏവം വിത്ത് പുവാൻ വിസൃജേത്. ഇങ്ങനെ അറിയുന്ന ഏതൊരു പുരുഷനാണ് അങ്ങയുടെ പാദാംബുജത്തെ ഉപേക്ഷിക്കുന്നത്? അതിനെ ഭജിച്ചതുകൊണ്ട് നിഷ്കിഞ്ചനന്മാരും ശാന്തന്മാരായ മുനിമാർക്ക് തൻ്റെ ആത്മാവ് പോലും ദാനം ചെയ്തവനാണ് അങ്ങ് പ്രസിദ്ധല്ലേ. പോന്നു ചരണാംഭോജം ഏവം വിത് വിസർജ്യത് പുമാൻ നിഷ്കിഞ്ചനാനാം ശാന്താനാം മുനീനാം യസ്ത്വമാത്മദാം. പോന്നു ചരണാംഭോജമേവം വിത് വിസർജ്യത് പുമാൻ നിഷ്കിഞ്ചനാനാം ശാന്താനാം മുനീനാം യസ്ത്വമാത്മദാം. യോവതീരേതോർവംശേതൃണാം സംസരതാമിഹാം യശോ വിതേനേ തച്ഛാന്തി ത്രൈലോക്യവർജനാപഹം. യോ അവതീര്യ, ആരാണോ അവതരിച്ചിട്ട്, യദോഹ വംശി, യദുവിൻ്റെ വംശത്തെ അവതരിച്ചിട്ട്, നൃണാം സംസരതാമിഹ, ഈ സംസാരത്തിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക്, മനുഷ്യർക്ക് സംസരതാം, സംസാരത്തിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് യശോവിതേനേ, യശസ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, യശസ് വിസ്തരിച്ചു കൊടുക്കുന്നു. തത് ശാന്തി,
അതിൻ്റെ ശാന്തിക്ക് വേണ്ടി ത്രൈലോക്യവർജനാപഹം, ഈ ത്രൈലോക്യത്തിലുള്ള പാപങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നതായ കീർത്തി ഉണ്ടാക്കി കൊടുക്കുന്നു. ആരാണോ യദുവംശത്തിൽ അവതരിച്ച് ഈ സാംസാരിക ലോകത്തിൽ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യർക്ക് 3 ലോകങ്ങളിലുമുള്ള പാപത്തെ ഇല്ലാതാക്കി കളയുന്ന യശഫ് ശാന്തിക്ക് വേണ്ടി വിസ്തരിച്ചു കൊടുക്കുന്നവനാണ് അങ്ങ്. യോവതീയതോർവംശേ നൃണാം സംസരതാമിഹാം യശോവിതേനേതച്ഛന്തേ ത്രൈലോക്യവർജനാപഹം. യോവതീയതോർവംശേ നൃണാം സംസരതാമിഹാം യശോവിതേനേതച്ഛന്തേ ത്രൈലോക്യവർജനാപഹം. നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ അകുണ്ഠമേധഫേ നാരായണായ ഋഷയേ സുശാന്തം തപ ഈയുഷേ. നമസ്തുഭ്യം ഭഗവതേ, ഭഗവാനായിക്കൊണ്ട് ഞാനുള്ള നമസ്കരിക്കുന്നു. കൃഷ്ണനായ ഭഗവാനായിക്കൊണ്ട് അകുണ്ഠമേധഫേ, അകുണ്ഠമായ ബുദ്ധിയോടുകൂടിയവനായ, ഒരു കുണ്ഠിതമില്ലാത്ത ബുദ്ധിയോടുകൂടിയവനായ ശ്രീകൃഷ്ണനായ അങ്ങേക്ക് ഞാനിതാ നമസ്കരിക്കുന്നു. നാരായണായ ഋഷയേ, നാരായണൻ എന്ന ഋഷിക്കായിക്കൊണ്ട് സുശാന്തം തപ ഈയുഷേ, ഏറ്റവും ശാന്തമായ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നാരായണ ഋഷിയായ അങ്ങേക്കായിക്കൊണ്ടിതാ ഞാൻ നമസ്കരിക്കുന്നു. നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ കുണ്ഠമേധഫേ നാരായണായ ഋഷയേ സുശാന്തം തപ ഈയുഷേ. നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ കുണ്ഠമേധഫേ നാരായണായ ഋഷയേ സുശാന്തം തപ ഈയുഷേ. ഈയുഷേ ചെയ്യുന്നവനായിക്കൊണ്ട്, ഈയതി ചെയ്യുക, ഈയുഷേ ചെയ്യുന്നവനായിക്കൊണ്ട് ചതുർത്ഥിയാണ് എൻ്റെ. ദിനാനി കഥിചിത് ഭൂമൻ ഗൃഹാന്നോ നിവഫദ്വിജൈ സമേത പാദരജഫാം പുനീഹീതം നിമേക്കുലം. ദിനാനി കഥിചിത് ഏതാനും ചില ദിവസങ്ങൾ, ഹേ ഭൂമൻ, സർവ്വവ്യായിരിക്കുന്ന ഭഗവൻ, ഗൃഹാത് നോ നിവഫ ദ്വിജൈഹി, ഈ ഗൃഹത്തിൽ ബ്രാഹ്മണരോടൊപ്പം കുറച്ചു ദിവസം കഴിഞ്ഞുകൂടൂ. ദ്വിജൈഹി സമേത, ദ്വിജന്മാരോട് കൂടി ചേർന്നിട്ട്, കഥിചിത് ദിനാനി കുറച്ചു ദിവസങ്ങൾ, നഹ ഗൃഹാൻ ഞങ്ങളുടെ ഗൃഹങ്ങളിൽ, നിവഫ വസിച്ചാലും, നിമേഹെ ഇതം കുലം, നിമിയുടെ ഈ കുലം, പാദരജഫാം പാദധൂളി കൊണ്ട് പുനീഹി പരിശുദ്ധമാക്കിയാലും. അങ്ങെന്തായാലും ഓടിപ്പോവരുത്. കണ്ടു, കാല് കഴുകി, അന്നവസ്ത്രാഭരണാദികൾ കൊടുത്തു, പൂജിച്ചു, സ്തുതിച്ചു. ഇനിയും കഴിഞ്ഞല്ലോ, പോയേക്കാം എന്ന് വിചാരിച്ചു പോവരുത്. കുറച്ചു ദിവസം നിമിയുടെ കുലം ശുദ്ധമാക്കാൻ വേണ്ടി ഇവിടെ തന്നെ താമസിച്ചു പോയാൽ കൊള്ളാം എന്നൊരാഗ്രഹം അറിയിച്ചു. ഇത്യുപാമന്ത്രിതോ രാജ്ഞ ഭഗവാൻ ലോകഭാവന ഉവാസ ദിനാനി കഥിചിത് ഭൂമൻ ഗൃഹം നവോ നിവഫദ്വിജൈ സമേത പാദരജഫാ പുനീഹീതം നിമേക്കുലം. ദിനാനി കഥിചിത് ഭൂമൻ ഗൃഹം നവോ നിവഫദ്വിജൈ സമേത പാദരജഫാ പുനീഹീതം നിമേക്കുലം. ഇത്യുപാമന്ത്രിതോ രാജ്ഞ ഭഗവാൻ ലോകഭാവനം ഉവാസ കുർവൻ കല്യാണം മിഥില നരയോഷിതം. ഇതി ഉപാമന്ത്രിതോ, ഇങ്ങനെ ക്ഷണിക്കപ്പെട്ടവനായ, രാജ്ഞ രാജാവിനാൽ, കുറച്ചു ദിവസം താമസിച്ചു പോയാൽ മതി എന്നുള്ള രാജാവിൻ്റെ ക്ഷണം കേട്ടിട്ട്, ലോകഭാവന ഭഗവാൻ, ലോകത്തെ ഭാവന ചെയ്യുന്നവനായ ഭഗവാൻ, ലോകത്തെ തൻ്റെ സങ്കല്പം കൊണ്ടുണ്ടാക്കി തൻ്റെ സങ്കല്പം കൊണ്ട് രക്ഷിച്ച് സംഹരിക്കുന്നവനായ ഭഗവാൻ, ഉവാഫ വസിച്ചു, കല്യാണം കുർവൻ മംഗളം ചെയ്തുകൊണ്ട്, മിഥില നരയൂഷിത, മിഥിലയിലുള്ള സ്ത്രീ പുരുഷന്മാർക്കെല്ലാം, നരന്മാർക്കും യൂഷിത്തുകൾക്കും ഒക്കെ കല്യാണം കുർവൻ, കല്യാണം ചെയ്തുകൊണ്ട്, ഉവാസ, അങ്ങനെ അവിടെ തന്നെ താമസിച്ചു ഭഗവാൻ. ഭക്തന്റെ ആഗ്രഹമെന്തോ
അത് സാധിച്ചു കൊടുക്കലാണ്. ഭക്ത അഭീഷ്ടപ്രദനാണ് ഭഗവാൻ. ഇത്യുപാമന്ത്രിതോ രാജ്ഞാ ഭഗവാൻ ലോകഭാവനാം ഉവാസ കുർവൻ കല്യാണം മിഥില നരയോഷിതാം. ഇത്യുപാമന്ത്രിതോ രാജ്ഞാ ഭഗവാൻ ലോകഭാവനാം ഉവാസ കുർവൻ കല്യാണം മിഥില നരയോഷിതാം. ശ്രുദേവോച്യുതം പ്രാപ്തം സ്വഗൃഹാൻ ജനകോ യഥാ നത്വാമനീൻ സുസംഹൃഷ്ടോ ധുന്വൻ വാഫോ നർത്തഹാം. ഇത് മിഥിലയിലെ രാജധാനിയിൽ എഴുന്നള്ളിയ ഭഗവാന്റെ കഥ. ഇതേ ഭഗവാൻ ഇതേ സമയത്ത് തന്നെ ശ്രുദേവന്റെ വീട്ടിലെത്തി. ശ്രുദേവ പ്രാപ്തം അച്യുതം, പ്രാപിച്ചവനായ അച്യുതന്, വന്നു ചേർന്നവനായ അച്യുതന്. ജനകോ യഥ, ജനകനെ പോലെ, പിതാവിനെ പോലെ. നത്വാൻ, നത്വ നമസ്കരിച്ചിട്ട്, മുനീൻ മുനിമാരെയും, സുസംഹൃഷ്ടോ ഏറ്റവും അധികം സന്തോഷിച്ചവനായി, ധുന്വൻ വാഫോ നനത്തഹ വസ്ത്രങ്ങൾ മുകളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നൃത്തം ചെയ്തു പോരും. ധുന്വൻ വാഫോ, ഈ സന്തോഷം കൊണ്ട് ആരവമൊക്കെ ഉണ്ടാക്കുമ്പോൾ തൊഴിൽ കിടക്കുന്ന മുണ്ട്, കയ്യിലിരിക്കുന്ന ടവല്, കയ്യിലിരിക്കുന്ന സാധനം മുകളിലേക്ക് വലിച്ചെറിയുന്ന ഒരു ആഹ്ലാദ സൂചകമായ ഒരു സംഭവം. ഇന്നും ഇതൊക്കെ ചെയ്യാറുണ്ട് ആൾക്കാർ. അന്ന് വസ്ത്രമായിരുന്നു എന്ന് മാത്രം. അതിന് ധുന്വൻ, ഇങ്ങനെ കൈകൊണ്ട് ആട്ടി ഇളക്കി മുകളിലേക്ക് എറിഞ്ഞിട്ട് അത് വീണ്ടും പിടിച്ചുകൊണ്ട് നനത്തഹ നൃത്തം ചെയ്തുവല്ലോ. ശ്രുതദേവച്യുതം പ്രദത്തം സ്വഗൃഹാൻ ജനകോ യഥാ നത്വാ മുനീൻ സുസംഹൃഷ്ടോ ധുന്വൻ വാഫോ നർത്തഹ. ശ്രുതദേവച്യുതം പ്രദത്തം സ്വഗൃഹാൻ ജനകോ യഥാ നത്വാ മുനീൻ സുസംഹൃഷ്ടോ ധുന്വൻ വാഫോ നർത്തഹ. തൃണപീഠവൃഷീഷ്വേതാൻ ആനീതേഷൂപവേശ്യസാം സ്വാഗതേനാഭിനന്ദ്യ അഘ്രീൻ സ്വഭാര്യോ വനിജേ മുദാം. തൃണ പുല്ല്, പീഠം ആസനം, പീഠം. തൃണപീഠം പുല്ലുകൊണ്ടുണ്ടാക്കിയ പീഠം, പുല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഇരിക്കാൻ പാകത്തിനുണ്ടാക്കിയ പീഠം. ബ്രിഫീഷു പീഠ ബ്രിഫീഷുകളിൽ, ബ്രിഫീഷുവും ഈ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ തടുക്ക് പോലത്തെ പായുണ്ട്. അതിന് ബ്രിഫി എന്നാ പറയുക സംസ്കൃത ഭാഷയിൽ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഏറോ വിദേശ ഭാഷയാന്ന് തോന്നുന്നു. ബ്രിഫീഷു എന്നുവെച്ചാൽ പായയുടെ ചെറിയ കഷ്ണം പണ്ടിരിക്കാൻ പീഠം പോലെ തന്നെ കൊടുക്കുമായിരുന്നു. ആരെങ്കിലും വന്നാൽ പീഠത്തിന് പകരം കൊടുക്കുന്ന ഒരു ചെറിയ തുണ്ടുപായാണ്. അതിലാണ് ഇരുത്തുക. അതിന് ബ്രിഫി എന്ന പേര് സംസ്കൃതത്തിൽ പറയുന്നേ ഉള്ളൂ. തൃണ പീഠ ബ്രിഫീഷു ഏതാൻ ആനീതേഷു ഉപവേശ്യ. ആനീതേഷു വന്നവരെ, ഏതാൻ ഇവകളെ കൊണ്ട്, ഉപവേശ്യ ഇരുത്തിയിട്ട്, സഹ അവൻ. അത്രേ അവൻ്റെ കയ്യിലുള്ളൂ. ദർഭപ്പുല്ലുകൊണ്ടോ മറ്റെന്തെങ്കിലും പുല്ലുകൊണ്ടോ പരിശുദ്ധമാക്കി ഉണ്ടാക്കിയിട്ടുള്ള ആ പീഠങ്ങളിലും ആ പായകളിലുമൊക്കെ മുനിമാരെയൊക്കെ ഇരുത്തി. തൃണ പ്രീഠ ബ്രിഫീഷു ഏതാൻ ആനീതേഷു ഉപവേശ്യസ സ്വാഗതേന അഭിനന്ദ്യ, സ്വാഗതം കൊണ്ട് അഭിനന്ദിച്ചിട്ട്, അഘ്രീൻ കാലുകളെ, സ്വഭാര്യോ ഭാര്യയോടുകൂടി, അവനിജെ കഴുകിച്ചു, മുത സന്തോഷത്തിൽ. അവനേജനം ചെയ്യുക കാല് കഴുകുന്നതിന് പേരാണ്. അവനിജെ കാൽ കഴുകിച്ചു എന്നർത്ഥം.
സ്വാഗതേന അഭിനന്ദ്യ അംഘ്രീൻ സ്വഭാര്യോ അവനിജേ മുത. സ്വാഗതം പറഞ്ഞിട്ട് അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ വന്നതോടെ പീഠം കൊടുത്ത് അതിലിരുത്തി മുനിമാരെയൊക്കെ ഇരുത്തി സ്വാഗതം പറഞ്ഞിട്ട് കാല് കഴുകി പത്നിയോടൊപ്പം ആദരിച്ചു. തൃണപരീഢേതാൻ ആനീതേഷൂപവേശ്യഫാൻ സ്വാഗതേന അഭിനന്ദ്യംഘ്രീൻ ഭാര്യോ വനിജേ മുതാം. തൃണപീഠബൃഫീഷ്വേദാൻ ആനീതേഷൂപവേശ്യഫാൻ സ്വാഗതേന അഭിനന്ദ്യംഘ്രീൻ ഭാര്യോ വനിജേ മുതാം. തദംഭവാ മഹാഭാഗ ആത്മാനം സ്വഗൃഹാന്വയം നാഭയം ചക്ര ഉദ്ധർഷോ ലബ്ധ സർവമനോരഥാം. തദംഭവ ആ കാല് കഴുകിയ വെള്ളം കൊണ്ട് മഹാഭാഗനായ അവൻ ആത്മാനം തന്നെയും സ്വഗൃഹാന്വയം തൻ്റെ വീട്ടിലുള്ള എല്ലാ വംശത്തെയും നാഭയം ചക്ര കുളിപ്പിച്ചു. ഉദ്ധർഷ വർദ്ധിച്ച സന്തോഷത്തോടെ, ലബ്ധ സർവ മനോരഥ എല്ലാ മനോരഥങ്ങളും ബാധിച്ചു എന്ന് ഉറപ്പിച്ചിട്ട് കാല് കഴുകിയ വെള്ളം ആ ഗൃഹത്തിലുള്ള എല്ലാവരെയും ദേഹത്ത് തലപ്പിച്ചവരെ കുളിപ്പിച്ചതുപോലെയായി. നാഭയം ചക്രയെ സ്നാപനം ചെയ്യിക്കുക, കുളിപ്പിക്കുക. തദംഭവാ മഹാഭാഗം ആത്മാനം സ്വഗൃഹാന്വയം സ്നാപയം ചക്ര ഉദ്ധർഷോ ലബ്ധ സർവമനോരഥാം. തദംഭവാ മഹാഭാഗ ആത്മാനം സ്വഗൃഹാന്വയം സ്നാപയം ചക്ര ഉദ്ധർഷോ ലബ്ധ സർവമനോരഥാം. ഫലാർഹണോ ക്ഷീരാം ശിവാമൃതാംബുഭൃതാം സുരഭ്യാ തുളസീ കുശാംബുജൈ ആരാധയാമാഫയഥോപപന്നയാം ഫപജ്യയാ സത്വവിവർദ്ധനാന്ധഫാം. ഫലാർഹണോ ക്ഷീര ശിവാമൃത അംബുഭി. ഫലങ്ങൾ, അർഹണങ്ങൾ, പൂജാദ്രവ്യങ്ങൾ, ഫല അർഹണ ഉഷീരം രാമച്ചം, ശിവാമൃത അംബുഭി നിർമ്മലങ്ങളും അമൃതുപോലെ സ്വാദുള്ളതുമായ ജലം ഇവ കൊണ്ടും. ഫലാർഹണ ഉഷീര ശിവാമൃതാംബുഭി ഫലങ്ങൾ കൊണ്ട്, അർഹണമായ പൂജാദ്രവ്യങ്ങൾ കൊണ്ട്, ഉഷീരം രാമച്ചമിട്ട വെള്ളം കൊണ്ട്, അതേപോലെ ശിവാമൃതാംബുഭി നിർമ്മലങ്ങളും അമൃതുപോലെ സ്വാദുള്ളതുമായ ജലങ്ങൾ ഇവ കൊണ്ടും, മൃദാ മണ്ണുകൊണ്ട്, സുരഭിയായ മണ്ണുകൊണ്ടും, തുളസി കുശാംബുജൈ തുളസി, ദർഭ, താമര ഇവ കൊണ്ടും, തുളസി കുശ അംബുജൈ ആരാധയാമാസ ആരാധിച്ചു. യഥോപപന്നയാം അനായാസമായി ലഭിച്ച ഉപപന്നമായ വന്നു ചേർന്ന വസ്തുക്കൾ കൊണ്ട്, ഫപജ്യയ പൂജ കൊണ്ട്, സത്വവിവർദ്ധനാന്ധഫാം സത്വത്തെ വളർത്തിപ്പിക്കുന്ന അന്ധഫ അന്നം കൊണ്ട്, അന്ധഫ് അന്നം, അന്ധഫ അന്നം കൊണ്ട്, സത്വവിവർദ്ധന അന്ധഫ സത്വഗുണത്തെ പരിപോഷിപ്പിക്കുന്ന ഭക്ഷണം മാത്രമാണ് ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തത്. സത്വവിവർദ്ധന അന്ധഫ ഫപജ്യ ആരാധയാമഫ ആരാധിച്ചു. ഫലാർഹണോ ശീനര ശിവാമതംബുഭം മൃദാഫുരഭ്യാ തുളസീ കുശംബുജൈ ആരാധയാമാഫേഥോപപന്നയാം ഫപജ്യയാ സത്വവിവർദ്ധനാന്ധഫാം. ഫലാർഹണോ ക്ഷീര ശിവാമതംബുഭം മൃദാഫുരഭ്യാ തുളസീ കുശംബുജൈ ആരാധയാമാഫേഥോപപന്നയാം ഫപജ്യയാ സത്വവിവർദ്ധനാന്ധഫാം. സതർക്കയാമാസ കുതോ മമാന്വഭൂത് ഗൃഹാന്ധകൂപേ പതിതസ്യ സംഗമാം യഃ സർവതീർത്ഥാസ്പദപാദരേണുഭിः
കൃഷ്ണേന ചാഫ്യാത്മനികേതഭൂപുരൈ. അവൻ തർക്കയാമാസ, തർക്കിച്ചു, വിചാരിച്ചു. തർക്കയാമാസ, വിചാരിച്ചു. കുതോ മമ അന്വഭൂത്, കുതഹ, എനിക്ക് എങ്ങനെ ഈ അനുഭവം ഉണ്ടായി? ഗൃഹാന്ധകൂപേ പതിതസ്യാം, സംസാരമാകുന്ന ഈ പൊട്ടക്കിണറ്റിൽ വീണ് കിടക്കുന്ന എനിക്ക് എങ്ങനെയാണ് ഈ സംഗമം ഉണ്ടായത്? കുതോ സംഗമഃ മമ അന്വഭൂത് ഇത് തർക്കയാമാസ എന്നിങ്ങനെ വിചാരിച്ചു. യഹ സർവതീർത്ഥ ആസ്പദ പാദരേണുഭി, യാതൊരുവനാണോ എല്ലാ തീർത്ഥങ്ങൾക്കും ആസ്പദമായ പാദരേണുക്കൾ കൊണ്ട് കൃഷ്ണേന ചാഫ്യ ആത്മനികേത ഭൂഫുരൈ, ആത്മനികേത ഭൂഫുരന്മാർ തൻ്റെ ആത്മാവിന് ഇരിക്കാൻ പറ്റിയ ബ്രാഹ്മണരോട്, ആത്മനികേതങ്ങളായ ഭൂഫുരന്മാർ, ഭൂഫുരന്മാർ ഭഗവാൻ ഇരിക്കാനുള്ള ഇരിപ്പിടമാണ് നാം. അങ്ങനെയുള്ള വാസസ്ഥാനമായിരിക്കുന്ന ബ്രാഹ്മണരോടും കൂടി എനിക്ക് എങ്ങനെ സംഘമുണ്ടാകാൻ പറ്റും? ഈ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ വീണു കിടക്കുന്ന എനിക്ക് ആ ശ്രീകൃഷ്ണ ഭഗവാനോടും ആ ഭഗവാന്റെ സ്വരൂപത്തിലെ എപ്പോഴും ഹൃദയത്തിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബ്രാഹ്മണരോടും എനിക്ക് എങ്ങനെ ചേർച്ചയുണ്ടാകും? ഇവരുടെ പാദധൂളി കേൾക്കാൻ എനിക്ക് എന്താണ് യോഗ്യത? ഇവരുടെ പാദധൂളി എവിടെ പതിക്കുന്നുവോ അവിടെ ഒക്കെ തീർത്ഥങ്ങളായിത്തീരും. ഇത്ര പുണ്യം എനിക്ക് എങ്ങനെ വന്നു ചേർന്നു എന്ന് സുതദേവൻ വീണ്ടും വീണ്ടും ആലോചിച്ചു. സതർക്കയാമാസ, അവൻ ആലോചിച്ചു. കുതോ മമ അന്വഭൂത്, എനിക്ക് എങ്ങനെ അനുഭവിക്കാൻ പറ്റി? സംഗമം ആരോട്? സർവതീർത്ഥ ആസ്പദ പാദരേണുഭി കൃഷ്ണേന ചാഫ്യ ആത്മനികേത ഭൂഫുരൈ, എല്ലാ തീർത്ഥങ്ങളെയും തൻ്റെ പാദരേണു കൊണ്ട് പരിശുദ്ധമാക്കുന്ന കൃഷ്ണനോടും ആ കൃഷ്ണനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ബ്രാഹ്മണരോടും എനിക്ക് എങ്ങനെ സംഗമം ഉണ്ടായി? സതർക്കയാമാസ കുതോ മമന്വഭൂത് ഗൃഹാന്ധകൂപേ പതിതസ്യ സംഗമാം യർവതീർത്ഥാസ്പദപാദരേണുഭി കൃഷ്ണേന ചാഫ്യ ആത്മനികേത ഭൂഫുരൈ. സതർക്കയാമാസ കുതോ മമന്വഭൂത് ഗൃഹാന്ധകൂപേ പതിതസ്യ സംഗമാം യർവതീർത്ഥാസ്പദപാദരേണുഭി കൃഷ്ണേന ചാഫ്യ ആത്മനികേത ഭൂഫുരൈ. സൂപവിഷ്ടൻ കൃതാതിഥ്യൻ ശ്രുതദേവ ഉപസ്ഥിതാം സ്വഭാര്യ സ്വജനാപത്യ ഉവാചാഘ്ര്യഭിമർശന. ഉപവിഷ്ടാൻ കൃതാതിഥ്യാൻ, നന്നായി ഇരുന്ന ആതിഥ്യം സ്വീകരിച്ചവനായ അവനോട് ശ്രുതദേവ ഉപസ്ഥിത, അടുക്കലിരുന്ന ശ്രുതദേവൻ സ്വഭാര്യ സ്വജനാപത്യ, ഭാര്യയോടും സ്വജനങ്ങളോടും പുത്രന്മാരോടും കൂടിയ ഉവാച അംഘ്രഭിമർശന, ഭഗവാന്റെ കാല് തടവിക്കൊണ്ട് ഉവാച പറഞ്ഞു. മിഥിലാരാജാവിനെ പോലെ തന്നെ എല്ലാവരും വേണ്ടും വിധം ആതിഥ്യങ്ങളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ശ്രുതദേവൻ തൻ്റെ ഭാര്യയോടും സ്വജനങ്ങളോടും മക്കളോടും കൂടി അടുക്കലിരുന്ന് ശ്രീകൃഷ്ണപാദങ്ങൾ പതുക്കെ തലോടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. സോപവിഷ്ടൻ കൃതാതിഥ്യൻ ശ്രുതദേവ ഉപസ്ഥിതാം സ്വഭാര്യ സ്വജനാപത്യ ഉവാചാഘ്ര്യഭിമർശനാം. സോപവിഷ്ടൻ കൃതാതിഥ്യാൻ ശ്രുതദേവ ഉപസ്ഥിതാം സ്വഭാര്യ സ്വജനാപത്യ ഉവാചാഘ്ര്യഭിമർശനാം. ശ്രുതദേവ ഉവാച, ശ്രുതദേവൻ പറഞ്ഞു. നാദ്യനോ ദർശനം പ്രാപ്ത പരം പരമപൂരുഷാം യർഹീദം ശക്തിഭിസൃഷ്ട്വാ പ്രവിഷ്ടോ ഹ്യാത്മസത്തയാം. ന അദ്യനോ ദർശനം പ്രാപ്ത, അദ്യ ഇന്ന്, നഹ ഞങ്ങൾക്ക്, ദർശനം പ്രാപ്ത ദർശനത്തെ പ്രാപിച്ചിരിക്കുന്നു, നോ ന അദ്യ ദർശനം പ്രാപ്ത പരം പരമപൂരുഷ, പരമപുരുഷനായ അങ്ങ്
ഇപ്പോൾ മാത്രമല്ല ഞങ്ങൾക്ക് ദൃശ്യനായി ഭവിച്ചത്, ഇപ്പോൾ ഞങ്ങളുടെ ഗൃഹത്തിൽ വന്നു അപ്പോൾ മാത്രമാണ് അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് പറയാൻ ആവില്ല. കാരണം എർഹീതം ശക്തിഭി സൃഷ്ട്വാ പ്രവിഷ്ടോ ഹ്യാത്മസത്തയ. എർഹീതം സ്വശക്തിഭി പ്രവിഷ്ട, സ്വന്തം ശക്തികളെ കൊണ്ട് ആകാശാദികളായ പഞ്ചഭൂതങ്ങളിലും അവയുടെ തന്മാത്രകളിലും പ്രവേശിച്ചവനായിട്ട് ഈ ലോകത്തെ സൃഷ്ടിച്ച ശേഷം പരമാർത്ഥ സ്വരൂപമായ ആത്മാവായിട്ട് ലോകത്തിലേക്ക് എപ്പോൾ പ്രവേശിച്ചുവോ അന്നു മുതൽ നിന്തിരുവഴി ഞങ്ങൾക്ക് ദർശനം നൽകിയിരിക്കുകയാണ്. നാദ്യനോ ദർശനം പ്രാപ്ത. ഇന്നിപ്പോഴല്ല അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് കിട്ടിയത്. പരമപുരുഷനായ അങ്ങ് എർഹി ഇതം എങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും ശക്തിഭി സൃഷ്ട, തൻ്റെ ശക്തി കൊണ്ട് സൃഷ്ടിച്ചിട്ട് പ്രവിഷ്ട, അതിലേക്ക് പ്രവേശിച്ചു. എന്തൊക്കെ സൃഷ്ടിച്ചോ അതിലേക്കൊക്കെ താൻ തന്നെ പ്രവേശിച്ചു. അങ്ങനെ എപ്പോൾ അങ്ങ് പ്രവേശിച്ചോ ഈ ചരാചരങ്ങളിലൊക്കെ, അപ്പോഴൊക്കെയും അങ്ങ് ദൃഷ്ടമാണ് ഈ പ്രപഞ്ചത്തിൽ ആർക്കും. പക്ഷേ കണ്ണില്ലാത്തവർ കാണാതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങ് ദർശനം തരാൻ പര്യാപ്തമായിട്ട് ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളിലൊക്കെ ആത്മസ്വരൂപനായിട്ട് അങ്ങ് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിലുണ്ട്, എല്ലാവരിലുമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴാണ് അങ്ങയുടെ ദർശനം ഞങ്ങൾ കിട്ടിയതെന്ന് പറയാൻ പറ്റില്ല. അങ്ങ് എന്നേ ദർശനം തന്നാണ്, പക്ഷെ ഇന്നേ ഞങ്ങൾക്ക് കാണാനുള്ള യോഗ്യത ഉണ്ടായുള്ളൂ എന്ന് മാത്രമാണ്. ദർശനം തന്നിരുന്നു നേരത്തെ, പക്ഷെ കാണാൻ പറ്റിയിരുന്നില്ല. നാദ്യനോ ദർശനം പ്രാപ്ത പരം പരമപൂരുഷാം എർഹീതം ശക്തിഭി സൃഷ്ട്വാം പ്രവിഷ്ടോ ഹ്യാത്മസത്തയാം. നാദ്യനോ ദർശനം പ്രാപ്ത പരം പരമപൂരുഷാം എർഹീതം ശക്തിഭി സൃഷ്ട്വാ പ്രവിഷ്ടോ ഹ്യാത്മസത്തയാം. യഥാശയാന പുരുഷോ മനസേവാത്മമായയാം സൃഷ്ട്വാ ലോകം പരം സ്വാപ്നം അനുവിശ്യാവഭാസതേ. യഥാശയാന പുരുഷ, എപ്രകാരമാണ് ശയിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷൻ മനസൈവ ആത്മമായ അങ്ങയുടെ മായാസ്വരൂപമായ മനസ്സുകൊണ്ട് തന്നെ ലോകം സൃഷ്ടുക, ലോകത്തെ സൃഷ്ടിച്ചിട്ട് പരം സ്വാപ്നം അനുവിശ്യ അവഭാസത, പരമമായ സ്വപ്നമായിരിക്കുന്ന ലോകത്തെ സ്വാപ്നം ലോകം സൃഷ്ടിച്ചിട്ട് അവഭാസത, അതിൽ പ്രവേശിച്ച് അങ്ങനെ തിളങ്ങുകയാണ്, ശോഭിക്കുകയാണ്. സുദേവൻ മിഥിലിനേക്കാൾ ഗഹനമായ സ്തുതിയിലൂടെയാണ് ഭഗവാനോട് പറയുക. മായ കൊണ്ടാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. അതിൽ ആത്മസ്വരൂപനായി അങ്ങ് പ്രവേശിക്കുകയും ചെയ്തു. പക്ഷേ അവിദ്യ കൊണ്ട് ജീവസൃഷ്ടമായ സ്വപ്നത്തെയും അതിൽ ജീവൻ പ്രവേശിച്ചതിനെയും ദൃഷ്ടാന്തമായി പറയാൻ പോവാണ്. ഉറങ്ങിക്കിടക്കുന്ന പുരുഷൻ ആത്മാവിന്റെ മായാശക്തിയുടെ സ്വരൂപമായ മനസ്സുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സ്വപ്ന പദാർത്ഥങ്ങളിൽ അവൻ തന്നെ പ്രവേശിക്കുന്നു. നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ തന്നെ സ്വപ്ന പദാർത്ഥങ്ങളിലൊക്കെ പ്രവേശിച്ചിട്ട് നമ്മുടെ ദേഹമായും സ്വപ്ന പദാർത്ഥമായും അത് രണ്ടിലും വിളങ്ങുന്നു. ഇതുപോലെയാണ് അങ്ങ് ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി വസ്തുക്കളിൽ പ്രവേശിച്ചത്. ഉദാഹരണം നോക്കൂ, ഞാൻ തന്നെ. ഞാൻ സ്വപ്നം കാണുമ്പോൾ ഞാൻ രണ്ടാവും. ഈ രണ്ടാകുന്ന അത്രയും സമയവും രണ്ടും ഉള്ളത് തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. സ്വപ്നം കാണുന്ന ഞാനും സ്വപ്നം അനുഭവിക്കുന്ന ഞാനും. ഇപ്പൊ കാണുന്ന ഓരോ വസ്തുവിലും ഞാൻ പ്രവേശിക്കും സ്വപ്നത്തെ. പക്ഷെ ഇത് മായ എന്ന സ്വപ്നമാണെന്ന് അപ്പം ഞാൻ തിരിച്ചറിയത്തില്ല. ഉണർന്നു കഴിഞ്ഞെങ്കിൽ എനിക്കറിയുള്ളൂ.
അതുകൊണ്ട് അതുപോലെയാണ് അങ്ങയുടെ ശക്തി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്തിൽ, അതൊരു സ്വപ്നമെന്ന ശക്തി കൊണ്ട് സൃഷ്ടിച്ച ഈ ലോകത്തിൽ ഓരോ പദാർത്ഥങ്ങളായും അവയുടെ അന്തർഗതമായിരിക്കുന്ന ചൈതന്യമായും അങ്ങ് തന്നെ ശോഭിക്കും. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവുമായിട്ട് ഇതിനെ ബോധ്യപ്പെടുത്തുകയാണ്. ശയാനപുരുഷ, ഉറങ്ങാൻ കിടക്കുന്ന പുരുഷൻ, ആത്മമായ മനസ്സായവ, തൻ്റെ തന്നെ മായയായ മനസ്സുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് സ്വാപ്നം ലോകം സൃഷ്ടുവ, സ്വപ്നം കൊണ്ട് നിർമ്മിച്ച ഒരു ലോകത്തെ ഉണ്ടാക്കിയിട്ട് അനുവിശ്യ അവഭാസത, അതിൽ പ്രവേശിച്ച് അങ്ങനെ തുടങ്ങല്ലേ ചെയ്യുക. വാസ്തവത്തിൽ ഭഗവാനും ഇവിടെ പുരുഷനാണ്, നമ്മളും പുരുഷന്മാരാണ്. നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ട് സ്വപ്നത്തിന്റെ പദാർത്ഥങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചു പോവുകയും ചെയ്യും, നമ്മളെ കിടക്കുകയും ചെയ്യും. ഇതേപോലെ ഭഗവാനും ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ട്, തൻ്റെ ആത്മമായ കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചിട്ട് സ്വപ്ന തുല്യമായ ഈ ലോകത്തിൽ ഓരോ പദാർത്ഥത്തിനും ഭഗവാൻ അനുപ്രവേശം ചെയ്ത് അങ്ങനെ തിളങ്ങുന്നു, ശോഭിക്കുന്നു. യഥാശയാന പുരുഷോ മനസൈവാത്മമായയാം സൃഷ്ട്വാ ലോകം പരം സ്വാപ്നം അനുവിശ്യ അവഭാസതേ. യഥാശയാന പുരുഷോ മനസൈവാത്മമായയാം സൃഷ്ട്വാ ലോകം പരം സ്വാപ്നം അനുവിശ്യ അവഭാസതേ. അദ്ദേഹത്തിന്റെ സ്തുതി നല്ല സുന്ദരമായ, സുദീർഘമായ, ആശയഗംഭീരമായ സ്തുതിയാണ്. ആ സ്തുതിയോടുകൂടി നമ്മുടെ ഈ അധ്യായം ഇവിടെ തീരും. 59 ശ്ലോകങ്ങളാണ്. ഇന്നുകൊണ്ട് നമുക്ക് എന്തായാലും തീർക്കാൻ പറ്റില്ല. നമുക്ക് അടുത്ത ദിവസം അത് പൂർണ്ണമാക്കാം. ഇന്നിവിടെ ഉപസംഹരിക്കാം. ഭഗവാന്റെ ആ മായയായിരിക്കും നമ്മളിലും ഈ പ്രവർത്തിച്ച് ഈ സ്വപ്നത്തിൽ കൂടെ നമ്മൾ ഈ കാണുന്നത്, കാണുന്നത്. അതെ, അതാ ഉപനിഷത്ത് പറഞ്ഞല്ലോ, സ്വപ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോ ഇത് പറഞ്ഞാണ്. അതെ അതെ അതെ. ജന്മാന്തര വാസനകൾ പോലും ആ സമയത്ത് ഉറങ്ങുന്ന സമയത്ത് കിടക്കുമ്പോൾ തുറന്നു വന്നിട്ട് അതിൻ്റെ എത്രയോ ലോകങ്ങൾ നമ്മൾ കണ്ട് അതിൻ്റെ കൂടെ ഒക്കെ നമ്മളും പോയി തിരിച്ചെത്തും. ഇതുപോലെയാണ് അങ്ങ് ലോകത്തെ സൃഷ്ടിക്കുന്നത്. ഒരു സുന്ദരമായ ഉദാഹരണം കൊണ്ട്, അതും ആത്മീയമായൊരു ഉദാഹരണം കൊണ്ട്, സത്യമായ ഉദാഹരണം കൊണ്ട്. സത്യമായിട്ടും വളരെ ആത്മീയമായിട്ടുള്ള കാര്യമാണല്ലോ പറയുന്നത്. കാരണം അതെ അതെ അതെ, ഈ വിശ്വമെല്ലാം നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ അംശമായ ആ ചൈതന്യം നമ്മളിൽ എപ്രകാരം ഈ പ്രപഞ്ചത്തിൽ ഭഗവത് ചൈതന്യം വർദ്ധിക്കുന്നു, അതിനനുസരിച്ച് അതിന്റെ ഒരു അംശമായിട്ട് നമ്മളിലും വർദ്ധിക്കുന്നു. അതുപോലെ തീർച്ചയായിട്ടും അതെ. പക്ഷെ ഇതൊക്കെ ഈ സ്വപ്നം പോലെമായാണ്, പക്ഷെ നമ്മൾ അറിയുന്നില്ല അത്രയും സമയം എന്നുള്ളതാണ്. അത് സുന്ദരമായിട്ട് ആവിഷ്കരിച്ചു. നല്ലൊരു സ്തുതിയാണ്. അപ്പൊ അടുത്ത ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത അധ്യായത്തിൽ വേദസ്തുതി ആരംഭിക്കുകയാണ്. ശ്രുതിഗീത എന്ന പേരിലുള്ളത്. അത് നിങ്ങളുടെയൊക്കെ നിർബന്ധം കണക്കിലെടുത്ത് അതൊരു പുസ്തകമാക്കാൻ കൊടുത്തിരിക്കുകയാണ്. 2-3 ദിവസം പുസ്തകം കൈ കിട്ടും. ശരി 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 ശരി. ഏതാണ്ട് 50-60 പേജുകളുടെ ചെറിയ ബുക്കാണ്. നമ്മൾ 50 രൂപയാണ് അതിന് വിലയിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും അത് വാങ്ങി ഉപയോഗിച്ചെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ശ്രുതിഗീത മനസ്സിലാക്കാൻ സഹായിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞങ്ങൾ വാങ്ങിച്ചില്ല പിന്നെ ആരാ വാങ്ങിക്കേണ്ടത്? അതെ അതെ, നിങ്ങൾ അങ്ങനെ നിർബന്ധം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ചിരുന്ന കുറെ കാലമായി. ഞാനിപ്പോ ശ്രുതിഗീത തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങൾക്കത് ഓരോ ക്ലാസ് കഴിയുമ്പോൾ ആ ശ്ലോകം നിങ്ങൾക്ക് നോക്കി വെച്ചിട്ട് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോരാമായിരുന്നു. ഇല്ല, വരുന്നുണ്ട്. ഇപ്പം എന്താ പ്രശ്നമില്ല, 2-3 ദിവസം കിട്ടും. കുഴപ്പമില്ല. വരാൻ പറ്റില്ല, വരാത്തവർക്ക് അയച്ചു കൊടുക്കും. കുഴപ്പമൊന്നും. അയച്ചു തരാം, വാങ്ങാം. നിങ്ങൾക്ക് ബന്ധുക്കൾക്കോ പരിചയക്കാർക്കോ ഒക്കെ വേണേൽ നിങ്ങൾക്ക് ഓരോ കോപ്പി കൊടുക്കാം. വാങ്ങിക്കുമ്പോൾ 2-3 ദിവസം ഒന്നിച്ചു. 50 രൂപയാണ് നമ്മൾ വിലയിട്ടിരിക്കുന്നത്. നമുക്ക് അതിന് ചെലവാകുന്ന പൈസ മാത്രം നമ്മൾ ഈ നിലക്ക് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അത് ഇന്നാളിങ്ങനെ അവിടെ വെച്ച് കണ്ടപ്പോൾ നിങ്ങളൊക്കെ നിർബന്ധം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അതിന് വേണ്ടി ശ്രമിച്ചതാ. എന്തായാലും ഇതിൻ്റെ ഇടയിൽ
അതും ഒന്ന് പൂർണ്ണമാക്കിയിട്ടുണ്ട്. പ്രശ്നമാണ് 2-3 ദിവസം പുസ്തകം അയക്കും. ആയിക്കഴിഞ്ഞാൽ മടക്കുന്നുണ്ടാവും. അത് ഞങ്ങൾക്കെല്ലാം കിട്ടിയ ഏറ്റവും നല്ല അനുഗ്രഹമാണ് സാർ. അതെ, നല്ല കാരണം ഇതുപോലെ ആ ഇതുപോലെ വൈനമാധ്യായത്തിലും ഉണ്ടല്ലോ ഒരുപാട്. അതൊന്നും കൂടെ അതൊന്നും സാറ് ഉണ്ട്. അത് നമുക്ക് നോക്കാം, വരട്ടെ. ഭഗവത് പ്രസാദം ഇതിപ്പോ ശ്രുതിയുടെ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ ഞാൻ എഴുതി വെച്ചിരുന്നതായുണ്ട്. പദച്ഛേദം, അന്വയാർത്ഥം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഭാരം എല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങനെയാണ് വരുന്നത്. 10-27 ശ്ലോകമേ ഉള്ളൂ. പക്ഷെ അത് ഒരു ശ്ലോകം 1-1.5 പേജൊക്കെ വെച്ച് വരും. അങ്ങനെ പോകുന്നതുകൊണ്ടാണ് 10-60 പേജ് വന്നത്. അല്ലാതെ അത് നല്ലതാ. കാരണം എപ്പോഴും സാറ് പറഞ്ഞു പോകുമ്പോ കേട്ടു പോകുന്നതും ഇത് അതാ പറഞ്ഞത്. ഓരോ ക്ലാസ് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഈ ബുക്ക് വെച്ച് ഒന്നുകൂടെ വായിച്ചു പിടിച്ചാൽ അതിന്റെ ആശയം ഒന്നുകൂടെ കിട്ടാൻ പര്യാപ്തമാകും. എന്തായാലും അങ്ങനെ കാര്യം കൂടി ഉണ്ട് എന്നറിയിക്കുന്നല്ലോ. അടുത്ത ക്ലാസ് കഴിഞ്ഞാൽ പിന്നത്തെ ക്ലാസ് മുതലേ നമ്മൾ ആരംഭിക്കുള്ളൂ. അപ്പോഴത്തേക്ക് ഈ പുസ്തകം നിങ്ങളിൽ എത്താൻ പര്യാപ്തമാവുകയും ചെയ്യും. സാറേ, ഏകാന്ത ഭക്തൻ എന്ന് വെച്ചാലോ സാറേ? ഏകാന്ത ഭക്തൻ ആ ഒന്നിൽ മാത്രമേ ഉള്ളൂ. ഏകമായ അന്തത്തോടു കൂടിയവനാണ്. വേറൊന്നിലേക്കും വ്യാപരിക്കില്ല. ഭക്തി ഒന്നിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഭക്തി പല വിഷയങ്ങളിലേക്കാണ്. പല ദേവന്മാരെന്ന് ഉദ്ദേശമുണ്ടോ? പല ദേവന്മാരെല്ലാം ഇല്ലില്ല. ഏകാന്തമായ ഭക്തിയുടെ വിശേഷണം അത്. കരുനാമകീർത്തനത്തിന്റെ വരുന്നുണ്ടല്ലോ. ആ ഉണ്ട്. ഏകാന്ത ഭക്തൻ വാക്ക് വരുന്നുണ്ട്. കാരണം ഭക്തി എല്ലാം കൂടി ഒന്നിലേക്ക് തന്നെ കൊന്നുകൂടി നിൽക്കാൻ പറ്റുക. ഏകമായ അന്തത്തിലേക്ക് ഭക്തി എത്തുക. അതാണ് ഏകാന്ത ഭക്തി എന്ന് പറയുന്നത്. ഭക്തിക്ക് പല ഭേദങ്ങളുണ്ട്. അതിലൊന്നാണ് ഏകാന്ത ഭക്തി. അഹൈതുക ഭക്തി, ഏകാന്ത ഭക്തി, ഇങ്ങനെ ഒത്തിരി തരത്തിലുണ്ട് ഭക്തി ഭേദങ്ങൾ. അപ്പൊ ഇന്ന് ഉപസംഹരിക്കാം. ബാക്കി നമുക്ക് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിലാവട്ടെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം.